ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു അങ്ങനെ പുതിയ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ്. ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ജോലിക്കിറങ്ങുന്ന ഈ സമയത്ത് ആരാടാ വിളിക്കുന്നത് എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ രാധമ്മ പറയാം, വല്ല ഏടാകൂടം പിടിച്ച കോൾ വല്ലോ ആണോ? രാജു നോക്കുമ്പോൾ അത് യാമിനി ചെറിയമ്മയാണ് വിളിക്കുന്നത്. രാജു അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ യാമിനി പറയാം, രാജു ഇത് യാമിനിയ, എനിക്ക് മനസ്സിലായി ചെറിയമ്മേ. രാജു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, ഞാൻ അതിന് പോവുക എന്നും പറഞ്ഞ് രാജു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്തിനാടാ അവർ വിളിച്ചത്? എന്തോ കാര്യം പറയാനുണ്ടെന്ന്. ഉടനെ വേണുവേട്ടൻ പറയും, എന്തിനാണെന്നൊന്ന് ചോദിക്കാമായിരുന്നല്ലോ മോനെ. അതെന്തിനാച്ചാ? എനിക്ക് വിഷമമുണ്ടച്ചാ, പക്ഷെ എന്നെ വേണ്ടാത്തവരുടെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടണ്ടേ? ഞാൻ എൻ്റെ മനസ്സൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. മനസ്സ് സെറ്റല്ലാതെ ഇൻ്റർവ്യൂവിന് പോയിട്ടും കാര്യമില്ല. ഇനി എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഒട്ടും സമയമല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചല്ലേ പറ്റൂ. ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് രാജു അച്ഛനോടും അമ്മയോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. പ്രതാപൻ പതിവ് പോലെ ഓഫീസിൽ പോകാനായിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് രാജു എന്നിങ്ങനെ വിളിക്കുവാണ്. അത് കേട്ടോണ്ട് യാമിനി ഇങ്ങനെ ഞെട്ടി നോക്കുക. പ്രതാപൻ രാജുവിനെ വിളിച്ച ശബ്ദം കേട്ടിട്ട് തന്നെ അംബികയും ഋതികയും അങ്ങോട്ട് എളുപ്പം വരുന്നുണ്ട്. അംബിക പ്രതാപനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവനിതെന്ത് പറ്റി, മുഴുഭ്രാന്തളയ്യോ? പ്രതാപനും ആകെ ചമ്മി നിൽക്കുക. എന്നത്തെ ഓർമ്മയ്ക്ക് രാജുവിന് അങ്ങ് വിളിച്ചുപോയി. വിഷമത്തോടെ ഋതിക ഇങ്ങനെ പ്രതാപനെ നോക്കുവാണ്. യാമിനി പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടനിതെന്ത് പറ്റി, രാജു ഇവിടുന്ന് പോയില്ലേ? അത് ഞാൻ എൻ്റെ ഫയലൊന്നും എടുത്തില്ല, അറിയാതെ ഞാൻ അങ്ങനെ അങ്ങ് വിളിച്ചു പോയതാ. ഋതിക എന്തോ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട്, സോറി അച്ഛാ, ഞാനും അത് ശ്രദ്ധിച്ചില്ല, അച്ഛൻ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ഇത് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് ഋതിക ഫയലെടുക്കാനായിട്ട് ഓടുവാണ്. ശേഖരൻ എവിടെയാ യാമിനി? മുറിയിലുണ്ട് ചേട്ടാ, രാവിലെ എവിടോട്ടോ പോകാനായിട്ട് റെഡിയാകുക. ഋതിക അങ്ങനെ ഫയൽ കൊണ്ടുവന്ന് പ്രതാപൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ പറമോളെ, അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനി മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നോട്ടെ? അതിനെന്താ, മോള് വന്നോളൂ. അത് അംബികയ്ക്ക് തീരെ സുഖിച്ചില്ല. പ്രതാപ, എന്തിനാ നിന്റെ പുറകെ ഇവള് പാർട്ടി ഓഫീസിലൊക്കെ വരുന്നത്? പ്രതാപനുടനെ പറയുക, പാർട്ടി ഓഫീസും അവിടുത്തെ കാര്യങ്ങളൊന്നും അവൾക്കറിയാത്തതല്ലല്ലോ ചേച്ചി. അംബികയുടെ മുഖത്തൊരു അടി കിട്ടിയതുപോലെ ആയിപ്പോയി. അംബിക അങ്ങനെ ചമ്മി വിളറി നിൽക്കുക. അത് കണ്ടപ്പോൾ യാമിനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. മോള് വാ എന്നും പറഞ്ഞു തണ്ട പ്രതാപൻ ഋതികയും കൂട്ടിക്കൊണ്ട് പോവുക. യാമിനിയാണെങ്കിൽ അംബികയെ നോക്കി ഒരു പുച്ഛത്തോടെ ഒരു ചിരി. എന്താടി ഇത്ര ചിരി നിനക്ക്? അയ്യോ വിളറിയ നിങ്ങളുടെ മുഖം കാണാൻ നല്ല രസമുണ്ട്, എന്നാലേ എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ടടി. എന്താടി നിനക്കത് കാണണോ? അയ്യോ നിങ്ങൾക്ക് കുറേ അധികം മുഖങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ പല മുഖങ്ങളും ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്താ അത് പോരെ? ഇപ്പം ഇവളോടൊന്നും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിക്കോട്ടെ ദേഷ്യത്തോടെ ചവിട്ടിക്കുലുങ്ങി അംബിക അങ്ങ് പോവാം. അപ്പോൾ എന്നാണ്ട് ആ സമയത്ത് 3-4 കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക അത് കണ്ടിട്ട്, ഇതെന്താ ഈ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുന്നത്? പള്ളിക്കൂടം മറ്റോ ഇങ്ങോട്ടങ്ങനെ മാറ്റിയോ? ആരോടും ഒരു ദയയില്ലാത്ത അംബിക കുട്ടികളോട് പിന്നെ ദയ കാണിക്കുമോ? അംബിക ദേഷ്യത്തോടെ കുട്ടികളോട് ചോദിക്കുന്നത്, എന്താ പിള്ളേരെ മഴക്കാലത്ത് ഊത്ത കയറി വരുന്ന പോലെ എല്ലാവരോടും ഇങ്ങോട്ട് വന്ന് കയറിയത്? ആ വന്ന കൂട്ടത്തിൽ ഒരു കുട്ടി പറയുക, പത്മാവതി ടീച്ചറോട് ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വന്നവരാ. ദാണ്ട പിള്ളേരെ, ഇവിടെ പാട്ടും കൂത്തും ഡാൻസും ഒന്നുമില്ല, നിങ്ങളുടെ പത്മാവതി ടീച്ചറും ഇവിടെ ഇല്ല, എല്ലാം വന്ന വഴിക്ക് പൊയ്ക്കേ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദനെ അങ്ങോട്ട് വന്നിട്ട് പറയാം, പത്മാവതി ടീച്ചറിന് പകരം നന്ദന ടീച്ചറുണ്ട്, അത് മതിയോ? നന്ദനെ അങ്ങനെ പറഞ്ഞത് അംബികയ്ക്ക് തീരെ ഇഷ്ടമായില്ല. ദേഷ്യത്തോടെ നിൽക്കുക. നന്ദന വന്നിട്ട് പറയാം, ഞാൻ ഡാൻസൊക്കെ നന്നായിട്ട് പഠിച്ചതാ, ഞാൻ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുള്ളതാ, വേണമെങ്കിൽ ഞാൻ ഇവരെ എല്ലാവരെയും മോഹിനിയാട്ടവും കുച്ചിപ്പിടിയും ഒക്കെ പഠിപ്പിക്കാം. അതാണ്ട് പിള്ളേരും ടീച്ചറും കൂടെ ഇവിടെ കിടന്ന് ചാടി മറിഞ്ഞ് ഈ തറയൊന്നും നശിപ്പിക്കാനുള്ളതല്ല, ഒക്കെ പിള്ളേരെ ഇവിടുന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ആ കുട്ടി പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ പത്മാവതി ടീച്ചറിൻ്റെ അടുത്ത് മാത്രമേ ഡാൻസ് പഠിക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി. അംബിക പറയാം, ഒരു കലാമണ്ഡലം പത്മാവതി. നന്ദനെ അത് കേട്ടിട്ട് ചോദിക്കും, അമ്മയ്ക്ക് ഈ കലയെന്ന് പറയുന്ന വലിയ ദേഷ്യമല്ലേ? അതേടി, അല്ലെങ്കിൽ ഈ ആട്ടക്കാരികളെ ഒന്നിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നന്ദനെ ഒരു പുച്ഛത്തോടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്താടി സ്വത്ത് മുഴുവൻ കയ്യിലോട്ട് വന്നപ്പോഴേ നിനക്ക് അഹങ്കാരമായോ? അയ്യോ അമ്മേ, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, അമ്മയാണ് സത്യം. എന്നാലേ നീ ചിന്തിക്കരുത്, ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളു. ഞാനേ സ്നേഹിച്ചാൽ സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തുന്ന അമ്മായിയമ്മയാണ്. പക്ഷെ വെറുത്താൽ തുലാഭാരം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. ബാക്കി വല്ലതും ഞാൻ പറയണോ നിന്നോട്? നീ ഒരു പാവവും മരവാഴ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുമോളാക്കിയത്. ഇവിടെ ഈ വീട്ടിൽ നിന്റെ ശബ്ദം ഉയരരുത്, അതുമാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞ് അംബിക അങ്ങ് റെഡി. അംബികയെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നന്ദന നിന്നോട് പറയുന്നതായിരിക്കും. നീ അറിഞ്ഞില്ലല്ലോ നിന്റെ കാൽ കീഴിലെ മണ്ണൊഴുകിപ്പോയ കാര്യം. അംബിക ദീപക്കിനെ കൈക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് പറയാം, എടാ ആ കാറിൽ പോയ പിതാവിനെയും പുത്രിയെയും നീ കണ്ടോ? ഞാൻ കണ്ട് പിതാവും മകളും പോന്നു. അതിനെന്താ അമ്മേ? എടാ മണ്ട, പിതാവും പുത്രിയും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണോന്നാ നിന്നോട് ചോദിച്ച്. അതിലെന്താ ഒരു ശരികേടുള്ളത്?
അച്ഛനും മകളും ഒരുമിച്ച് പോട്ടെ. ആഹാ, എന്നാൽ അത് വേണ്ട. അവരങ്ങനെ ഒരുമിക്കുന്നത് നമുക്ക് പാരയാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഓ, അതാണോ കാര്യം? നമുക്ക് പാരയാണെങ്കിൽ ആ പാര അങ്ങ് വട്ട ഓടിച്ച് കളഞ്ഞാ പോരെ? അല്ലമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വീടും പറമ്പും എല്ലാം അവള് നമുക്ക് എഴുതി തന്നില്ലേ? ഇനി അവളെ അങ്ങ് വിട്ടുകൂടെ? അയ്യോടാ, അങ്ങനെ വിട്ടുകളയാനുള്ള വലിയ മനസ്സൊന്നും എനിക്കില്ല. അച്ഛനും മോളും അങ്ങനെ ഒരുമിക്കാനും അധിക നാളിങ്ങനെ യാത്ര നടത്താനും പാടില്ല. മുളയിലെ ഇതൊക്കെ നുള്ളണം. നിനക്ക് മനസ്സിലായോടാ? ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായമ്മേ. അവക്ക് മാപ്പ് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ ഈ ജന്മത്ത് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയാവോ, ഇത്രയും നാളും അവള് നമ്മളെ ജയിച്ചത് എങ്ങനെയാന്ന്? ആ രാജു എന്ന ബുദ്ധിമാൻ അവളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാ. രാജു വന്ന രക്ഷാകവചം ഇല്ലാതായതുകൊണ്ടാണ് അവൾ തോറ്റതും അവിടെ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലോട്ട് വന്നതും. ഭർത്താവില്ലാതായ അവൾക്ക് അച്ഛൻ്റെ സപ്പോർട്ടും വേണ്ട. ആ തന്തയും മോളെയും തമ്മിൽ എങ്ങനെങ്കിലും തെറ്റിച്ചേ പറ്റൂ. പ്രതാപനും ഋതിയെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രതാപനാണ് ഡ്രൈവ് ചെയ്യുന്നത്. പ്രതാപൻ ഇടയ്ക്കിടയ്ക്ക് ഋതികയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, മോളെ, നീ എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ലച്ച. പ്രതാപൻ മനസ്സിൽ പറയാ, എൻ്റെ മോക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഋതിക ഇങ്ങനെ മനസ്സിൽ പറയാ, എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ അതൊന്നും വിശ്വസിച്ചില്ലെങ്കിലോ? യാമിനി പുറത്തു വന്നെന്ന് ഋതിയെ ഫോൺ ചെയ്ത് വിളിക്കുക. എന്താ ചെറിയമ്മേ, ആ കാര്യം മോള് പ്രതാപേട്ടനോട് പറഞ്ഞോ? ഇല്ല ചെറിയമ്മേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല ചെറിയമ്മേ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഋതിയെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആരാ മോളെ വിളിച്ചത്? ചെറിയമ്മയാ. എന്താ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ലച്ചാ. രാജു അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്ന ആൾ രാജുവിനെ അറിയുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ഇതാര്? രാജു വേണുഗോപാലല്ലേ? നീ എന്താ ഈ കോലത്തിലായേ? അല്ല, ഇതാര്? സന്ദീപ് അല്ലേ? അല്ല, സന്ദീപ് എന്ന് വിളിക്കേണ്ട, സന്ദീപ് സാറെന്ന് വിളിക്ക്. രാജു വിഷമത്തോടെ പറയുന്നുണ്ട്, സോറി, കോളേജിൽ ഒരുമിച്ച് പഠിച്ചതല്ലേ, ആ ഒരു പരിചയം വെച്ച് വിളിച്ചു പോയതാ. ഇതെല്ലാം ആ ക്യാമറയിൽ കൂടെ മറ്റൊരു റൂമിലിരുന്ന ഒരു ഓഫീസർ കാണുന്നുണ്ട്. കിട്ടിയ അവസരം മുതലെടുക്കാനായിട്ട് സന്ദീപ് ശ്രമിക്കുന്നുണ്ട്. നീ വലിയ പഠിപ്പിസ്റ്റും കോളേജിലെ വലിയ ഹീറോയും ആയിരുന്നല്ലോ. എന്താ, നിനക്ക് വേറെ ജോലിയൊന്നും ആയില്ലേ? എല്ലാം CV-യിലുണ്ട് എന്നിങ്ങനെ രാജു പറയുക. വലിയ അഹങ്കാരത്തോടെ അയാൾ പറയുക, അതൊന്നും ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ഇന്ന് ഇന്റർവ്യൂ നടക്കുന്ന ദിവസവും അല്ല. ഭയങ്കര ഹെഡ് വെയിറ്റോടെ അവൻ പറയാം. പിന്നെ ഒരാൾ ജോലി അന്വേഷിച്ച് വന്നു എന്നിങ്ങനെ പ്യൂൺ പറഞ്ഞപ്പോൾ ഞാൻ ബിസി അല്ലാത്തത് കൊണ്ടൊന്ന് വരാൻ പറഞ്ഞതേ ഉള്ളൂ. രാജു ഉടനെ അവനോട് പറയാം, ഞാൻ കോളേജ് വിട്ട ഉടനെ മിനിസ്റ്റർ പ്രതാപ് വർമ്മ സാറിൻ്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായി. ഒടുവിൽ എന്തായി? തന്നെ അയാൾ അവിടെ നിന്ന് പിരിച്ചു വിട്ടോ? അതിന് സാറിപ്പോൾ മിനിസ്റ്റർ അല്ലല്ലോ, അതുകൊണ്ട് പിരിഞ്ഞതാ. കോളേജിൽ വെച്ച് സാറന്മാരെല്ലാവരും ചേർന്ന് നിന്നെ പോഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ കരുതി നീ വല്ല കളക്ടറോ മറ്റോ ആകുമെന്ന്. നീ പഴയതുപോലെ തന്നെ ഒരുമാതിരി വല്ലാത്ത രൂപവും ഒരുമാതിരി കേവലമായ ഡ്രസ്സിങ്ങും. ഈ കമ്പനിയുടെ മാനേജരോ മറ്റോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ക്യാമറയിൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അത് അവൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. എന്താ അച്ഛാ, അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ എന്ന് പറയുന്നുണ്ട്. എടാ, നിന്നെ എൻ്റെ അച്ഛൻ വിളിക്കുന്നു. എൻ്റെ അച്ഛനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. തോട്ടത്തിൽ വിശ്വനാഥൻ സാർ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ആ, ശരിയെന്നും പറഞ്ഞ് രാജു പോവുകയാണ്. അങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് രാജു അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുക. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇരുത്തുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കേട്ടപ്പോഴേ ഞാൻ മിസ്റ്റർ രാജുവിൻ്റെ CV വായിച്ചു. മിസ്റ്റർ പ്രതാപ് വർമ്മ സാറിനോടൊപ്പം മീഡിയയിലൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും ഞാൻ രാജുവിനെ നേരിട്ട് കണ്ട ഒരു ഓർമ്മ. ഞങ്ങളുടെ കമ്പനി നടത്തുന്ന ബിസിനസ്സുകളെ കുറിച്ചൊക്കെ രാജുവിന് നല്ലതുപോലെ അറിയാമല്ലോ അല്ലേ? കേരളത്തിനേക്കാളും ഞങ്ങളുടെ ബിസിനസ്സും കൺസ്ട്രക്ഷൻസും ഒക്കെ നടത്തുന്നത് മറ്റ് രാജ്യങ്ങളിലാണ്, കൂടുതലും UAE-യിലാണ്. രാജുവിന് വിദേശത്തിൽ ജോലി ചെയ്യുന്നതിൽ താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, അങ്ങനെ ഒന്നുമില്ല. എവിടെ പോയാലും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, വെരി ഗുഡ്. മിസ്റ്റർ രാജുവിനെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഞാൻ രാജുവിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തോട്ടത്തിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മൾ ജോലിക്ക് ആളെ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു 15 days ട്രെയിനിങ്ങിനുണ്ട്. അത് മുംബൈയിൽ വെച്ചാണ്. ട്രെയിനിങ്ങിന് ആദ്യം പങ്കെടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളെ ഏത് സ്ഥലത്തോട്ട് അയക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെ സാർ. എങ്കിൽ ഓക്കെ രാജു പൊയ്ക്കോളൂ. ഞാൻ രാജുവിനെ 2 ദിവസത്തിനകം വിളിക്കാം. രാജു അങ്ങനെ സന്തോഷത്തോടെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോവുകയാണ്. അംബിക ഒറ്റയ്ക്ക് മാറിയെന്ന് ചിന്തിക്കുക. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഋതിക പ്രതാപനോട് പറഞ്ഞത്, അച്ഛനും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനി മുതൽ ഞാൻ അച്ഛനോടൊപ്പം വന്നോട്ടെ, അതിനെന്താ മോള് വന്നോളൂ എന്നിങ്ങനെ പ്രതാപനും പറഞ്ഞ് ഇനി എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്നാലോചിച്ച് തല പുണ്ണാക്കുവാണ് അംബിക. രാജു വേണുവേട്ടനെ അച്ഛാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വരുവാണ്. എന്തായി മോനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം? ജോലിയൊക്കെ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിൽ ചില വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാണ് മോനെ? അച്ഛൻ കേട്ടിട്ടില്ലേ ഈ തോട്ടത്തിൽ ബിൽഡേഴ്സ്, തോട്ടത്തിൽ കൺസ്ട്രക്ഷൻസ്? എനിക്കറിയാവടാ. തോട്ടത്തിൽക്കാർക്ക് വലിയ വലിയ കമ്പനികളാ. അവർ വലിയ ബിസിനസ്സുകാരാ. കൂടുതൽ ഇവിടെ അല്ല, അതെല്ലാം അങ്ങ് വിദേശത്താ. അങ്ങ് ദുബായ്, സൗദി അറേബ്യ, ഖത്തർ അങ്ങനെയൊക്കെയാ. അച്ഛാ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ജോലി കിട്ടിയാൽ ഞാൻ UAE-യിലോട്ടോ ഖത്തറിലോട്ടോ പോകേണ്ടി വരും.
അതിനെന്താടാ, പോകേണ്ടി വന്നാൽ പോകണം. അതല്ലച്ചാ, അച്ഛനെ അമ്മയൊക്കെ ഇവിടെ വിട്ടിട്ട്. എടാ മോനെ, അതിന് ഞാനും നിന്റെ അമ്മയും രോഗികളൊന്നും അല്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടപ്പുറപ്പുകളുടെ കാര്യോർത്ത് നീ വിഷമിക്കുകയും വേണ്ട. ശ്രീലക്ഷ്മിയെ അവൻ ഉപേക്ഷിച്ച മട്ടിലാണെങ്കിലും അവൾക്കിന്ന് നല്ലൊരു ജോലി ഉണ്ടല്ലോ. പ്രിയയ്ക്കാണെങ്കിൽ ജയനും ഉണ്ട്. പിന്നെ ഞങ്ങളെ ഓർത്ത് പൊന്നുമ വിഷമിക്കണ്ട. അച്ഛനൊരു കാര്യം പറയാം, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അന്യരാജ്യത്ത് പോയേ പറ്റൂ. നമുക്ക് രക്ഷപ്പെടണം വെച്ചാ കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം അതങ്ങനെയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെ മോനെ. നമ്മുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും ഒക്കെ പലതും മാറ്റിയേ പറ്റൂ. മോന് മനസ്സിലായോ, ഈ സമൂഹത്തിൽ പണമാണ് മനുഷ്യന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. പണമില്ലാത്ത മനുഷ്യർക്ക് പരിഹാസവും അപമാനവും മാത്രമാണ്. അതെ അച്ഛാ, കുറച്ച് കാശുണ്ടാക്കണം. അതാരെയും തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, കുറച്ച് അഭിമാനത്തോടെ ജീവിക്കാനാ. മോനെ, വിശപ്പടക്കാൻ മാത്രം കാശുണ്ടാക്കാൻ മതിയെന്നാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാത്രം ഇവിടെ പോരാ. 10 പേരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ ഇവിടെ സമ്പന്നനാകണം. ഈ ലോകത്ത് എവിടെയാണെങ്കിലും കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ മോനെ നീ അവിടെ പോകണം. പക്ഷേ അച്ഛാ, പോകണമെങ്കിൽ അതിനും കുറച്ച് കാശ് വേണം. ഈ ജോലിക്ക് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 15 ദിവസം ബോംബെയിൽ ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഏത് രാജ്യത്തേക്കാണ് എന്നെ വിടുന്നതെന്ന് അവർ തീരുമാനിക്കും. പക്ഷേ വിസയ്ക്കും ടിക്കറ്റിനും ഒക്കെ കാശ് വേണോ അച്ഛാ? ഞാനൊരു ഐഡിയ മോനോട് പറയച്ചാ, എനിക്ക് ഈ നാടങ്ങ് മടുത്തു മോനെ. നമുക്ക് ഈ വീടങ്ങ് വിൽക്കാം. എന്നിട്ട് എൻ്റെയും രാധമ്മയുടെയും സ്ഥലമായ തുരുത്തിക്കാടിൽ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുക്കാം. അയ്യോ അച്ഛാ, അത് വേണോ? ഞാൻ പറയുന്ന കേക്കുമോനെ. ഇത് വിറ്റിട്ട് കുറച്ച് കാശ് പ്രിയയ്ക്ക് കൊടുക്കാം. അവള് വീട് പണി പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് മാറട്ടെ. അങ്ങനെ മോന് പോകാനുള്ള കാശും മറ്റും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഫിക്സഡിൽ ഇടുകയും ചെയ്യാം. അച്ഛാ, എങ്കിലും ഈ കിടപ്പാടം മോനെ, വലിയത് നേടണമെങ്കിൽ ചെറുത് പലതും ഉപേക്ഷിച്ചേ പറ്റൂ. അമ്മ ഇതിനെതിര് പറയുമോ അച്ഛാ? നിന്റെ അമ്മയല്ലേ, ഞാൻ പറയുന്നതേ അവൾ കേൾക്കൂ. അങ്ങനെ വേണുവേട്ടനും രാജു ഒരു തീരുമാനത്തിലെത്തുവാണ്. ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ എന്തൊക്കെയോ അംബിക ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ദീപക്ക് നന്ദനെയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ദീപക്ക് അംബികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാം, ഇത് എന്തു പറ്റി? ചിന്താവിഷ്ടയായ അംബികയാണല്ലോ. വേണ്ടാടാ, കളിയാക്കാതെ. നന്ദന് പറയാം, അമ്മയ്ക്ക് വല്ലാത്ത മൂഡൗട്ട്, അതുകൊണ്ടാണല്ലോ ദീപു അങ്ങനെ ചോദിച്ചത്. എന്താ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ? എടാ, ആ തന്തയും മോളും കൂടെ ജോയിൻ്റായിട്ട് പോയാൽ പോക്കേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. ഉടനെ നന്ദന, ശരിയാ അമ്മ പറഞ്ഞത്. വല്യമ്മാവനും ഹൃദയം കൂടെ വലിയ സ്നേഹത്തോടെ കാറിൽ കയറിപ്പോയത്. എന്നാലേ ആ സ്നേഹം ആപത്ത. അതൊക്കെ സ്റ്റാർട്ടിങ്ങിലെ തകർത്ത് കളയണം. അവൾ ജനിച്ചത് തന്നെ എൻ്റെ അന്തകയാകാനുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അതിപ്പോൾ സത്യമായി. അവളെ എനിക്കിപ്പോൾ കൊല്ലാനും പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ലേ? ഇവരുടെ സ്വത്തുക്കൾക്കുള്ള ഏക അവകാശി അവൾ മാത്രമാണല്ലോ. അതുകൊണ്ടാണ് അവൾ പ്രതാപന്റെ മകളല്ല, അഭിഹിത സന്തതിയാണെന്ന് അന്നു മുതലേ ഞാനൊരു കഥയുണ്ടാക്കിയത്. അങ്ങനെ പ്രതാപനെ ഇവളെ ഞാനൊരു ഡിസ്റ്റൻസിൽ നിർത്തിയിരിക്കുമായിരുന്നു. ആ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ ഞാൻ കീപ്പ് ചെയ്ത് ഇതുവരെ ഇവിടം വരെ ഞാൻ കൊണ്ടുവന്നു. ഇനി അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. പ്രതാപനുണ്ടല്ലോ, അവനൊരു കഥയില്ലാത്തവനാ. ഇവളിങ്ങനെ എപ്പോഴും അവൻ്റെ കൂടൊപ്പം നടന്നാലേ അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം അങ്ങ് കൂടും. ആ അടുപ്പം പിന്നെ നമുക്കൊരു കുരുക്കാവും. പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവള് പ്രതാപനെ വിശ്വസിപ്പിച്ചാലോ? അവൾ ചിലപ്പോൾ ജഗന്നാഥന്റെ അടുത്ത് വരെ അവനെ കൊണ്ടുവന്നാലോ? അതിനാ നാശം പിടിച്ചവൻ ഇതുവരെ ചത്തില്ല. ഇല്ലടാ അമ്മേ, എന്നാൽ നമുക്ക് അവനെ തീർത്താലോ? എടാ, തീർക്കാൻ അവൻ എവിടാന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? അയാൾ എവിടെ ഉണ്ടെന്ന് ഇപ്പോൾ ആ രാജുവിനും ഹൃദയയ്ക്ക് മാത്രമേ അറിയാവൂ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമമ്മേ? അച്ഛൻ്റെയും മകളുടെ ഈ ലോഹ്യം അങ്ങോട്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെ അവളെ കൊടുക്കണം. ഉടനെ നന്ദന, അമ്മേ ഞാനൊരു ബുദ്ധി പറഞ്ഞു തരട്ടെ അമ്മേ. ഇവൾ എന്തോന്ന് ബുദ്ധി പറയാനാ അമ്മേ? ഇവിടെ തലമണ്ട നിറച്ച് ചെളിമണ്ണായിരിക്കും. എടാ നീ നിർത്ത്, ഇവൾ ആരുടെ മോളാണെന്ന് നിനക്കറിയാവോ? അത് പിന്നെ പിള്ളാച്ചനങ്കലിന്റെ മോളല്ലേ. എടാ, ലോക അടിതൊരപ്പനാ ആ ഷാൽ അനന്തംപിള്ള. അപ്പോൾ അയാളുടെ വിത്ത് അത്രയ്ക്ക് മോശമാവുമോ? ചില വിത്തുകളൊന്നും അങ്ങനെയൊന്നും ആവില്ലമ്മേ. ഇവക്ക് ആ കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലേ എനിക്ക് തോന്നുന്നുണ്ടാ എന്നിങ്ങനെ അമ്പിയെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഉറപ്പിച്ച് പറഞ്ഞല്ല പറ്റൂ. എന്തായാലും സ്വത്തുക്കളെല്ലാം നന്ദനയുടെ പേരിലല്ലേ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി പ്രതാപനും മകളും ഒന്നിച്ചു പോകുന്നതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അമ്പികയെ ഉണ്ടാക്കാൻ പോകുന്നത്? ഋതികയുടെ പേരിൽ വേറെ എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി പ്രതാപനെയും മകളെയും തമ്മിൽ തെറ്റിക്കും. അതായിരിക്കും അമ്പികയുടെ അടുത്ത പരിപാടി. അതിനുശേഷം ദീപക്കിനെയും നന്ദനെയും പ്രതാപനോടൊപ്പം പറഞ്ഞു വിടുമായിരിക്കും. ഈ പ്രതാപനാണെങ്കിൽ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം എന്തായിരിക്കും പ്രതാപൻ്റെ അവസ്ഥ? രാജു ഏതായാലും വീടും പറമ്പുമൊക്കെ വിറ്റ് അന്യ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇനി രാജുവിൻ്റെ സഹായം ഋതികയ്ക്കോ പ്രതാപനോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് ഋതികയും പ്രതാപനും ചോദിച്ച് വാങ്ങിയ ശിക്ഷയാണ്. അതുകൊണ്ട് അവരത് അനുഭവിച്ചേ പറ്റൂ. ഇനി എന്താണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നതെന്നൊക്കെ നാളത്തെ റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.